കാണിക്കും. അപ്പോഴാണ് മിട്ടിയെ ആരോ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നെക്സ്റ്റ് ലോങ് വീഡിയോ എന്തായാലും ഞാൻ ജർമ്മനിലായിരിക്കും എടുക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ നമുക്ക് ജർമ്മനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് ലോങ് വീഡിയോ എന്താണെങ്കിലും ഞാൻ അത് ജർമ്മനിൽ തന്നെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ഇന്നിതാ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തോട്ടൊന്ന് പോകാൻ പോവുകയാണ്. ഇപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. പക്ഷെ നമുക്ക് അനസ്യക്ക് ഇന്ന് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് മേടിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പുറത്തോട്ടൊന്ന് പോവുകയാണ്. അടുത്ത് തന്നെയാണ് പോകുന്നത്. ചേർത്തല ടൗണിൽ തന്നെയാണ് നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പോകുന്നത്. ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കാര്യം എൻ്റെ ഈ ഒരു ഹെയർ ഒന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചിലർ പറഞ്ഞു ഇത് നല്ല രസമുണ്ട് കാണാനെന്ന്. പക്ഷേ എനിക്കിതൊട്ട് സാറ്റിസ്ഫൈയിങ് അല്ല. കാരണം എനിക്കിത് ഇവിടുന്ന് ഹെയർ വളർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒട്ടും അത് കംഫർട്ടബിൾ അല്ല. ഞാനങ്ങനെ സത്യത്തിൽ ഞാനൊരു 10th സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ ഹെയർ അങ്ങനെ വളർത്തിയിട്ടില്ല. എൻ്റെ മുടിക്കധികം ഉള്ളില്ല. അത് കാരണം തന്നെ നീളം വെച്ച് കഴിഞ്ഞാലും അധികം രസം ഉണ്ടാകത്തില്ല കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എൻ്റെ ഈ ഒരു ഹെയർ മുറിക്കണമെന്ന് ഷോർട്ട് ആക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയല്ല കേട്ടോ, ഈ ഒരു ഭാഗം ഇത് ഇങ്ങോട്ട് വളർന്നു കഴിഞ്ഞെങ്കിൽ ഞാനല്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ്. എൻ്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഇരിക്കുന്നത് ഈ ഒരു ഹെയറിലാണ്. ഞാൻ ഈ പറയുന്ന കാര്യം കുറച്ച് ഗേൾസിനെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. എൻ്റെ ഈ ഒരു സെയിം മെൻറ്റാലിറ്റി ഉള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ അവരും പറയുന്നത് ഇത്ര ഹെയർ ഒക്കെ ഓക്കെയാണ്, പക്ഷെ ഇങ്ങോട്ടിങ്ങനെ വളരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കോൺഫിഡൻസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന പോലെ നമുക്ക് തോന്നും. മിക്ക ആൾക്കാരും ഇങ്ങനെ ഹെയർ നീട്ടി വളർത്തുമ്പോൾ എനിക്കത് നല്ലതെന്ന് തോന്നാറുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്കത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ആലോചിച്ചു ഇനിയിപ്പോൾ വിഷു ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ട്രഡീഷണൽ വിയർ ആയിരിക്കും ഇടേണ്ടത്. ആ ഒരു ടൈമിൽ ഈ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ശോകമായിരിക്കും. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷുവിൻ്റെ ഒക്കെ ഒരു ടൈം ആകുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ലെങ്ത്തിൽ തന്നെ ഹെയർ വരും. ഷോർട്ട് ഹെയർ ആണെങ്കിൽ അതധികം രസം ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ഇതെനിക്ക് പെർഫെക്റ്റ് ടൈമാണ് ഈ ഒരു ഹെയർ കട്ട് ചെയ്യാനുള്ള. ഇത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സലൂണിലൊന്നും പോകുന്നില്ല കേട്ടോ. അനസ്യാണ് എനിക്ക് എപ്പോഴും ഇത് കട്ട് ചെയ്ത് തരാറുള്ളത്. അപ്പോൾ ഞാൻ അനസ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എൻ്റെ ചേച്ചിയാണ് അനസ്യ. അമ്മ പറയുമായിരുന്നു കേട്ടോ, അവള് നിന്റെ ചേച്ചിയല്ലേ, നിനക്ക് ചേച്ചിയെന്ന് വിളിച്ചുകൂടെയെന്ന്. നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വന്നു കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. നമ്മളിപ്പോൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എന്നെക്കാളും 4 വയസ്സിന് മൂത്തതാണ് അവള്. പക്ഷെ എനിക്കിതുവരെ അവളെ ചേച്ചിയെന്ന് വിളിക്കാൻ തോന്നിയിട്ടില്ല. ഞങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്സിനെ പോലെയാണ് കേട്ടോ. എല്ലാ സിസ്റ്റേഴ്സും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇത് നല്ല വെയിലായിരുന്നു കേട്ടോ പുറത്ത്. നമ്മൾ ശരിക്കും കരിഞ്ഞു പോയി, അത്ര വെയിലായിരുന്നു. ഇപ്പൊ 2 മണി ആറായിട്ടുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ. അവിടുന്ന് പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയായിരുന്നു. അങ്ങനെ കുറച്ച് താമസിച്ചു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ റിസൾട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് ഇന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ എന്താണെങ്കിലും ഞാനത് അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ എന്തായാലും ഞാൻ ചിലപ്പോൾ ഷൂട്ട് ചെയ്യും, ചിലപ്പോൾ ഷൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഹെയർ കട്ട് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. നമുക്ക് അപ്പോൾ കാണാം. ഹായ് മിട്ടി. മിട്ടി ഒരു ഹലോ പറഞ്ഞ മിട്ടി. ഞാൻ നല്ല ചെറുതായിരുന്നപ്പോഴാണ് കേട്ടോ മിട്ടി വീട്ടിൽ വന്നത്. അമ്മയുടെ അമ്മയാണ് മിട്ടീനെ ആദ്യമായിട്ട് ഈ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്. ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഒരു പെറ്റിനെ മേടിച്ച് വളർത്തണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് മിട്ടിയെ ആരോ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ അച്ഛൻ നേരെ പോയ ആളെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവന്നപ്പോൾ വളരെ ചെറിയൊരു പഞ്ഞി കഷ്ണം പോലെയാണ് മിട്ടി ഇരുന്നിച്ചത്. ആ ടൈമിൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്നും കളിക്കാനായിട്ട് പുറത്തു പോകത്തില്ലായിരുന്നു. മിട്ടിയായിരുന്നു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ആദ്യം ഇവളെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ പോകെ പോകെ നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് തന്നെ ആൾ മാറി. ഇനിയിപ്പോൾ മിട്ടി വീട്ടിൽ വന്നിട്ട് 14 വർഷമായി. എങ്കിലും അവൾ ഇന്നലെ കൊണ്ടുവന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ അവളും നമ്മുടെ ഒപ്പം വന്ന് കിടക്കും കേട്ടോ. അവൾക്കതാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. മിട്ടിക്ക് ഇന്ന് സ്നാക്സ് കിട്ടിയില്ല എന്നുള്ള പരാതിയാണ് ഗൈസ്. മിട്ടിക്ക് എല്ലാ ദിവസവും ഈവനിങ് സ്നാക്സ് നിർബന്ധമാണ്. ഇന്ന് പഴംപൊരി ആയിരുന്നു ഇവിടെ. അപ്പം പഴംപൊരി കുറച്ചേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാണ് മിട്ടി ഇങ്ങനെ കിടക്കുന്നത്. അഭിനയത്തിൽ നമ്മുടെ മിട്ടീനെ തോൽപ്പിക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല. ആൾക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു. ഞാൻ എന്ത് പറ്റി മിട്ടിയെന്ന് ചോദിച്ചപ്പോൾ വിഷമമുള്ള പോലെ അഭിനയിക്കുവാണേ.
പിന്നെ നമ്മുടെ ഹെയർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടം വരെ വെട്ടണമെന്നൊക്കെ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇരുന്ന പോലെയൊക്കെ തന്നെയായിട്ട് ഇരിക്കുന്നത്. ഞാൻ ഓവറായിട്ട് ലെങ്ത് കുറച്ചില്ല. ഇതിനിടയ്ക്ക് അമ്മ ഇരുന്ന് പറയുന്നുണ്ട്, മുടി ഇങ്ങനെ മുറിച്ച് കളഞ്ഞോ, നിനക്ക് ഒരിക്കലും വളരില്ല എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഞാൻ മുടി വളർത്തത്തില്ലെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാം. എങ്കിലും എനിക്ക് ഹെയർ കട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്കൊരു സങ്കടമാണ്. അല്ലെങ്കിലും അച്ഛനമ്മമാരങ്ങനെ ആയിരിക്കുമല്ലോ. ആദ്യമായിട്ട് ഞാൻ ഹെയർ കട്ട് ചെയ്തപ്പോഴത്തേക്കും അനസിയോട് മാത്രമേ പറഞ്ഞുള്ളൂ. അനസി എനിക്ക് കട്ട് ചെയ്ത് തന്നു. ഇവർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മുടിയൊക്കെ കട്ട് ചെയ്ത് അവരുടെ മുമ്പിൽ പോയി നിന്നു. അപ്പോഴത്തെ റിയാക്ഷൻ അടിപൊളിയായിരുന്നേ. പിന്നെ അങ്ങോട്ട് മുടി മുറിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും വലിയ ബഹളമൊന്നും ഇല്ല. കാരണം പറഞ്ഞാലും ഞാൻ വിട്ടുവെന്ന് അവർക്കറിയാം. പിന്നെ ഞാൻ പറയും, എൻ്റെ ഒരു കംഫർട്ട് ഇതാണ്, എനിക്ക് ഒരുപാട് മുടിയുള്ളതൊന്നും ഇഷ്ടമല്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അനസിക്ക് മുടിക്ക് നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ അവൾ പറയാറുണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുകൂടിയാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുടി മുറിക്കുന്നത്. ഇത് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എനിക്ക് ഇത് ഇഷ്ടമായി. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ഇതാണ് എൻ്റെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ലെങ്ത്താണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഇതെങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ അനസിയോട് പറയും കേട്ടോ, ഇവിടെയൊക്കെ എന്തൊരു മാങ്ങയാണ്, ഇതിപ്പോൾ മാങ്ങ സീസൺ ആണല്ലേ എന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ വീട്ടിൽ തന്നെ 3 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല ഇത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങയാണ് കേട്ടോ. ഇത് മറ്റേ ചെറിയ മാവില്ലേ, ആ ഒരു ചെറിയ മാവിലുണ്ടാകുന്ന തരം മാങ്ങയാണ്. സന്ധ്യ ആയിക്കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞാൽ അമ്മക്ക് ഊഞ്ഞാലിലിരുന്ന് ആടണം. അത് മസ്റ്റാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഞാനും അനസി അമ്മയും കൂടെ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുള്ളത്. ചില സമയങ്ങളിൽ ഞങ്ങൾ 4 പേരും കൂടെ ഇവിടെ ഇരിക്കും. അപ്പോൾ നമ്മുടെ മിട്ടിയും നമ്മുടെ ഒപ്പം വരും. ആൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും പുള്ളി നമ്മൾ പറയുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധിച്ച് കേട്ടിരിക്കും കേട്ടോ. നമ്മുടെ മിട്ടി പൊസിഷൻ മാറി ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഊഞ്ഞാലിൻ്റെ നേരെയാണ് കേട്ടോ ആളിരിക്കുന്നത്. ഞാൻ അവിടെ നിന്നാണ് മുടി വെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നതാണ്. ഇപ്പോൾ ആ മുടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മിട്ടിക്ക് ആ മുടി വെച്ചു കൊടുക്കാമെന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. നമ്മൾ വാട്സപ്പ് സ്റ്റിക്കറിലൊക്കെ ഒരു പട്ടീനെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ മുടി വെച്ചുകൊണ്ടിരിക്കുന്ന. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.